എല്ലാവർക്കും നമസ്കാരം. ഡിസംബർ 28 10th പ്രിലിംസിൻ്റെ പരീക്ഷയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചൂസ് ചെയ്തേക്കുന്നത് 2022 നടന്ന 10th പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ചോദ്യമാണ്, അതായത് സ്റ്റേജ് 1 ഫസ്റ്റ് ചോദ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 3:15 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഇത് നിങ്ങൾക്ക് അറിയാം. എന്താ ചെയ്യേണ്ടത്, ഈ 3:15 എന്ന് പറഞ്ഞാൽ 3 എന്താ മണിക്കൂർ സൂചിയാണ്, 15 എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് മിനിറ്റ് സൂചിയാണ്. ഇത് രണ്ടും അറിയാലോ. എങ്കിൽ നമുക്ക് ഉത്തരമായി. ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? 30h - 11/2 m. എന്ത് കാണാനുള്ള ഇക്വേഷനാണിത്? 30h - 11/2 m എന്ന് പറയുന്നത് എന്ത് കാണാനുള്ള ഇക്വേഷനാ? മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷനാണ്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് കാണാനുള്ള ഇക്വേഷൻ എന്താ? 30h - 11/2 m. ഈ h എന്താണ്? അവർ. മണിക്കൂർ സൂചിയുടെ സൂചിപ്പിക്കുന്നതാണ് h. m എന്താ? മിനിറ്റ് സൂചിയെ സൂചിപ്പിക്കുന്നതാണ് m. അറിയാലോ. എങ്കിൽ പറ, 30 × h എത്രയാ? 3 അല്ലേ? -11/2 m എത്രയാ? 15. ഇനി നേരെ സിംപ്ലിഫൈ ചെയ്താൽ മതി. 30 × 3 90, കുറയ്ക്കണം 11/2 × 11. 11 × 15 എത്രയാണ്? 165 / 2. നേരെ ഗുണിച്ചെഴുതിയാൽ മതി. 15 × 11 നേരെ ഗുണിച്ചെഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഗുണിച്ചെഴുതാണെന്നുണ്ടെങ്കിൽ 5 1 5 1. അപ്പോൾ ഇനി എന്താ? 5 6 1 165 എന്ന് അങ്ങനെ എഴുതി കിട്ടും കേട്ടോ. ഇതല്ല എങ്കിൽ ഞാൻ പെട്ടെന്ന് എങ്ങനെ എഴുതിയത്? 15നെ ഏതൊരു സംഖ്യയും 11 കൊണ്ട് ഗുണിക്കാനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകൾ, ഈ സംഖ്യകളിൽ കൂട്ടുക. 1 5 കൂട്ടിയാൽ എത്ര? 6. എന്നിട്ട് ഈ 5 അതിൻ്റെ അതേ പൊസിഷനിൽ എഴുതുക, ഈ 1 ഇവിടെ എഴുതുക. 165. അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ ഗുണിച്ചെഴുതിക്കോ, കുഴപ്പമില്ല. അപ്പോൾ ഇനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 165/2 ചെയ്യണം. 165ൻ്റെ പകുതി എത്രയാണ്? നമുക്ക് ഹരിച്ചു നോക്കാം. 165/2 എന്ന് പറഞ്ഞാൽ 82 കിട്ടുക. എന്നാലും നമുക്ക് ഹരിച്ചു നോക്കാം. 2 കൊണ്ട് ചെയ്താൽ എത്രയാ? 8 2 16, 0 എഴുതി, ഈ 5 ഇറക്കി എഴുതി. ഇനി എന്ത് ചെയ്യാം? 2 × 2 4 ആണ് അല്ലേ. അപ്പോൾ 4 ശിഷ്ടം 1. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പോയിന്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 0 വരും. അപ്പോൾ ഇനി എത്രയാ? 2 × 5 ആണ് 10 0. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടിയ എത്രയാ? 82.5. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 90 കുറയ്ക്കണം 82.5. 90ൽ നിന്ന് 82 കുറച്ചാൽ എത്രയാ? 90ൽ നിന്ന് 82 കുറച്ചാൽ എത്രയാ? 7.5 ആണ് അല്ലേ. 7.5 ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 90 കുറയ്ക്കണം 82.5. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നേരെ കുറയ്ക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് 9 കടം കൊടുക്കണം അല്ലേ. കടം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10 ആയി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്തായി? 9 ആയി. ഇത് 8 ആയി. ഇവിടെ എത്ര വരും? ഇവിടെ 10 ആയി. അപ്പോൾ ഇനി 10ൽ നിന്ന് 5 പോയാൽ 5. പോയിന്റ് അതുപോലെ തന്നെ ഇടണം. ആ പോയിന്റ് എവിടെ? അത് അതേപോലെ ഇടണം. ഇനി എന്ത് ചെയ്യുന്നു? 9 2 പോയാൽ 7, 8 നിന്ന് 8 പോയാൽ 0. അപ്പോൾ 7.5 നമുക്ക് അങ്ങനെ കിട്ടും കേട്ടോ. അത് കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7.5 ഡിഗ്രി എന്ന് കിട്ടി. 7.5 ഡിഗ്രി എന്ന് കിട്ടി. കോണളവായതുകൊണ്ടാണ് ഡിഗ്രി വരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ 7.5 ഇല്ല. എന്താ ഉള്ളത്? 7 ആണുള്ളത്. 7.5 ഇല്ല. എന്താ ഉള്ളത്? 7 ആണുള്ളത്. ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 7 എന്ന് പറഞ്ഞാൽ എന്താണത്? 7 + 1/2 ആണ്. 7.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 + 0.5 ആണ്. ഇതൊക്കെ ഞാൻ അതിന് മുമ്പ് പറഞ്ഞതാണ്. ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ട്, അവർക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 7.5 എന്നാണ്. അപ്പോൾ നമുക്ക് 7.5 എന്ന് പറയുന്നത് ഈ 0.5ഉം 1/2 ഒന്നല്ലേ. നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. 1/2 എന്ന് പറഞ്ഞാൽ എത്ര വില? 0.5. 1/4 എന്ന് പറഞ്ഞാൽ എത്ര വില? 0.25. 3/4 എന്ന് പറഞ്ഞാൽ എത്ര വില? 0.75. ഇത് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതാ അല്ലേ. ഇത് കാണാതെ പഠിക്കണം. നമ്മൾ പഠിക്കും. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിച്ചു പോകും കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്ത്? 1/2 എന്ന് പറഞ്ഞാലും 0.5 എന്ന് പറഞ്ഞാലും ഒന്നാണ്. അല്ലെങ്കിൽ തന്നെ 7.5 നമ്മൾ എന്താ പറയുക? 7.5 എന്നല്ലേ പറയാം. ഈ 7 1/2 നമ്മൾ എന്താ പറയുക? 7.5 എന്നല്ലേ പറയാം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി 7.5 ഡിഗ്രി. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം.
ചോദ്യം: ഒരു കലണ്ടറിലെ ഒരു തീയതിയും തൊട്ടടുത്ത തീയതിയും ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതികളുടെ തുക 62 ആണെങ്കിൽ ഇതിലെ ആദ്യ ദിനം ഈ മാസത്തിൽ എത്രാമത്തെ ദിവസമാണെന്നാണ് ചോദിച്ചേക്കണേ. അതായത് ഒരു തീയതി, അതിൻ്റെ തൊട്ടടുത്ത തീയതി, ഇതേ കഴിഞ്ഞിട്ട് എന്താണ് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു തീയതി, അതിൻ്റെ തൊട്ടടുത്തൊരു തീയതി, ഇതെല്ലാം കൂടിയും കൂട്ടി അത് കിട്ടും 62 കിട്ടുമെങ്കിൽ ആദ്യം എടുത്ത തീയതി ഏതാണെന്നാണ് ചോദിച്ചേക്കണേ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന തീയതിയെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. ആദ്യം എടുക്കുന്ന തീയതിയെ നമ്മൾ എന്താണ് എടുക്കുന്നത്? എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ ആണല്ലോ. ആദ്യത്തെ തീയതി ഇപ്പോൾ അതൊരു 5 ആണെന്ന് വിചാരിക്കും. അതിനെ നമ്മൾ എന്ത് വിളിക്കുകയാണ്? എക്സ് എന്ന് വിളിക്കുകയാണ്. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അപ്പോൾ ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ ഒരു 7 എന്നാണെന്ന് വിചാരിക്കും. അപ്പോൾ 7 ആണ് എക്സ്. അപ്പോൾ ഏത് വേണേലും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്നുള്ളൊരു പേര് കൊടുത്ത് വിളിക്കുകയാണെന്ന് മാത്രം. അതൊരു വേരിയബിൾ ആണ്. അത് നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമുക്ക് അറിയാത്തൊരു സാധനം തന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് എഴുതി? അതിൻ്റെ പേര് നമ്മൾ ഇട്ടു, എന്ത്? എക്സ് എന്ന്. ഓക്കെ ആണല്ലോ. തൊട്ടടുത്ത തീയതി അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? എക്സ്, അതായത് 5 ആണ് ഞാൻ എടുത്ത തീയതി എങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത തീയതി എത്രയായിരിക്കും? 5നോട് 1 കൂട്ടിയത് 6 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സിനോട് 1 കൂട്ടിയതായിരിക്കും തൊട്ടടുത്ത തീയതി. മനസ്സിലായല്ലോ. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്താ പറഞ്ഞത്? ഇതേ തീയതികളുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതി. അപ്പോൾ ഇതേ തീയതിയുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതി എന്ന് പറഞ്ഞാൽ എക്സ് കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള തീയതി എത്രയായിരിക്കും? എക്സ് പ്ലസ് 14 ആയിരിക്കില്ലേ. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 14 ദിവസമാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 14 ദിവസം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞുള്ള തീയതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പ്ലസ് 14 ആയിരിക്കില്ലേ. ആണല്ലോ. ഇത് എക്സ് പ്ലസ് 14 ആണെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം എന്തായിരിക്കും? എക്സ് പ്ലസ് 15 ആയിരിക്കില്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എക്സ് പ്ലസ് 14 ഇതാണെന്നുണ്ടെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 15 ആയിരിക്കില്ലേ. ഇനിയിപ്പോൾ അത് അല്ല എങ്കിൽ ഈ എക്സ് പ്ലസ് 1 കഴിഞ്ഞ് 14 ദിവസം കൂട്ടുന്നല്ലേ. എക്സ് പ്ലസ് 1 പ്ലസ് 14. അപ്പോൾ എത്രയാണ്? എക്സ് പ്ലസ് 15 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് 4 തീയതികൾ നമ്മൾ ഓരോരോ പേരിട്ട് കിട്ടി. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചാൽ ഇതിനെല്ലാം കൂട്ടി 62 കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്ക്, എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് കൂട്ടണം 14 കൂട്ടണം എക്സ് കൂട്ടണം 15 എന്ന് പറഞ്ഞാൽ 62 ആണ്. ഇതല്ലേ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര എക്സ് ഉണ്ട്? 1 2 3 4 4 എക്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എക്സ് അല്ല 5 ആണെന്നുണ്ടെങ്കിൽ തന്നെ 4 5കൾ കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 4 ഗുണിക്കണം 5 അല്ലേ. അപ്പോൾ ഇവിടെ 4 എക്സുകളുള്ളത്. ഈ 4 എക്സുകളെ കൂട്ടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? 4 ഗുണിക്കണം എക്സ്, 4x. മനസ്സിലായല്ലോ. ഇനി എന്താ ഉള്ളത്? കൂട്ടണം. എന്തൊക്കെ കൂട്ടണം? ഇനി സാധാ സംഖ്യകൾ കൂട്ടണം. 1 ഇവിടെ ഒരു 14 ഇവിടെ ഒരു 15. എത്ര കൂട്ടിയാൽ കിട്ടുക? 1 14 15 15 15 30. വെരി ഗുഡ്. അപ്പോൾ ഇനി ഇത് എത്രയാണ്? 62 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. കറക്റ്റ് അല്ലേ? 62 ആണെന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടതെന്ന്? നമുക്ക് എക്സ് ആണ് വേണ്ടത്. ആദ്യത്തെ ഈ മാസത്തിലെ എത്രാമത്തെ ദിവസമാണെന്ന്. എന്ത്? ആദ്യ ദിനം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് വേണമല്ലോ. ഈ എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ പറ, എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ആ 4x അവിടെ നിർത്തിയിട്ട് ഈ 62 സമത്തിൻ്റെ അപ്പുറമുണ്ട്. ഈ 30 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതിനെന്ത് ചെയ്യണം? ഇവിടെ കൂട്ടണം എന്നാണ്. അപ്പോൾ സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? കുറയ്ക്കണം എന്നാകും. അപ്പോൾ 4x സമം 62 30 പോയാൽ 32. മനസ്സിലായല്ലോ. ഇനി എന്താണ്? എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 32 ഇവിടെ ഉണ്ട്. ഇവിടെ നോക്ക്, 4 ഗുണിക്കണം എക്സ് ആണ്. അത് എക്സ് മാത്രമാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ 4 എന്ത് ചെയ്യുന്നു? സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു. അല്ലെങ്കിൽ ഇവിടെ 4നെ ഹരിക്കുക എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നോക്ക്, 4 ഗുണിക്കണം എക്സ്, 4 ഗുണിക്കണം എക്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 4 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 32 ഹരിക്കണം 4 എന്നാവും. അത് എത്രയാണ്? 8. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 8 ആണ് നമ്മുടെ ഉത്തരം. ചെയ്ത മനസ്സിലായല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ഈ ചോദ്യം നോക്കുക. 1 കൂട്ടണം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32.
ഈ ചോദ്യം എന്താണ്? 1 കൂട്ടണം 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32. ഇതിൻ്റെ ഷോർട്ട് കട്ട് ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ആ ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. നമ്മളിത് സാധാ രീതിയിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. 1 നമുക്ക് എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യ രൂപത്തിൽ 1 നമുക്ക് എങ്ങനെ എഴുതാം? 1/1 എന്ന് എഴുതാലോ. 10 നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാം? 10/1 എന്ന് എഴുതാം. 20 നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാം? 20/1 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ 2 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. ഭിന്നസംഖ്യാ രൂപത്തിലാക്കാൻ മനസ്സിലായല്ലോ? അപ്പോൾ ഇനി പറ, ബാക്കിയുള്ളത് അതേപോലെ പറ. 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/8 കൂട്ടണം 1/16 കൂട്ടണം 1/32. എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? LCM മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാം. എന്താണ് ഉപയോഗിക്കുന്നത്? LCM മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. LCM മെത്തേഡ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ, LCM കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ 1, 2, 4, 8, 16, 32. എങ്ങനെയാണ്? ഛേദങ്ങളുടെ അതായത് താഴെയുള്ളതില്ലേ അതിൻ്റെ LCM ആണ് നമ്മൾ കാണേണ്ടത്. LCM കാണുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? ഇതിൻ്റെ LCM എങ്ങനെ കാണുക? ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അല്ല എങ്കിലുള്ള കാര്യം സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്യാം. എത്ര കൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. ഈ 1 അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ 2 1 ഇത് 2 4 8 16. ഇനി എന്തുകൊണ്ട് ചെയ്യും? 2 കൊണ്ട് ചെയ്യുന്നു. 1 1 1 2 4 8. ഇനി എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ചെയ്യുന്നു. 1 1 1 1 2 4. ഇനി എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ചെയ്യുന്നു. 1 1 1 1 1 2. ഇനി ചെയ്യണോ? ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും 2 കൊണ്ട് എഴുതിയിട്ട് ജസ്റ്റ് അവസാനിപ്പിക്കാം. 2 എഴുതി താഴെ എല്ലാം 1 തന്നെ വരും. അപ്പോൾ ഇനി നമ്മുടെ ഉത്തരം എത്രയാണ്? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഗുണിക്കണം 1 × 1 × 1. അതല്ലേ നമ്മുടെ ഉത്തരം. അപ്പോൾ അത് എത്ര ഗുണിച്ചാൽ കിട്ടുക? 2 × 2 4 4 × 2 8 8 × 2 16 16 × 2 32. നമുക്ക് LCM എത്ര കിട്ടിയത്? 32 എന്ന് കിട്ടി. LCM 32 എന്ന് കിട്ടി. അത് നമ്മൾ താഴെ എഴുതി. ഓക്കെ ആണല്ലോ? ഇനി ഇത് ഞാൻ വായിച്ചു കളയാണ്. നമുക്ക് LCM എത്ര കിട്ടി? 32 എന്ന് കിട്ടി. ഇനി നോക്ക്, ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? അതന്നെ, ആ ഭിന്നസംഖ്യ, ഈ തന്നിക്കുന്ന ഭിന്നസംഖ്യയൊക്കെ എന്ത് ചെയ്യുക? 32 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 1/1 ഞാൻ 32 കൊണ്ട് ഗുണിച്ചു. ഇനി എന്താ ഉള്ളത്? പ്ലസ് സൈനാണുള്ളത് അല്ലേ? ആ പ്ലസ് ഇട്ടു. ഇനി 1/2 1/2 ഞാൻ എന്ത് ചെയ്തു? 32 കൊണ്ട് ഗുണിച്ചു. ഇനി എന്താ ഉള്ളത്? വീണ്ടും പ്ലസ് ആണ്. 1/4 ഗുണിക്കണം 32 കൂട്ടണം. ഇനി എന്താ? 1/8 ഗുണിക്കണം 32 ഇനിയും കൂട്ടണം. 1/16 ഗുണിക്കണം 32 കൂട്ടണം. 1/32 ഗുണിക്കണം 32. ഇത്രയല്ലേ ഉള്ളത്? അപ്പോൾ ഇനി വെട്ടി ചെറുതാക്കാലോ. ഇവിടെ വെട്ടാനില്ല. അപ്പോൾ അതുപോലെ നമുക്ക് ഇങ്ങനെ എഴുതാം. താഴെ 32, മേലെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. മേലെ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. 1/1 × 32. ഇത് വെട്ടാനുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണിത്? 32 തന്നെ. പ്ലസ് 2ഉം 32ഉം വെട്ടാലോ. വെട്ടി എത്ര കിട്ടുക? 16. 1 × 16 എത്രയാ? 16. ഇനി നോക്കൂ, കൂട്ടണം. ഈ സൈൻ അതേപോലെ ഇടുക. ഇതും വെട്ടണമല്ലോ. വെട്ടി എത്ര കിട്ടുക? 4 32 അല്ലേ? അപ്പോൾ എത്ര ഇവിടെ വരിക? 8. ഇനി കൂട്ടണം എന്നാണല്ലോ. കൂട്ടണം എന്നാണ്. ഈ 8ഉം 32ഉം വെട്ടി എത്ര കിട്ടുക? 4 അല്ലേ? 4 × 1 4. പ്ലസ് 16ഉം 32ഉം വെട്ടിയാൽ എത്രയാ? 2 അല്ലേ? 2 × 1 എത്രയാ? 2. 32ഉം 32ഉം വെട്ടിയാൽ എത്രയാ? 1. അപ്പോൾ പ്ലസ് 1. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? നമുക്ക് എത്ര കിട്ടുക? 1ഉം 2ഉം 3 3ഉം 4ഉം 3 4 7 7ഉം 8ഉം 15 15ഉം 16ഉം എത്രയാണ്? 31. 31ഉം 32ഉം എത്ര കൂട്ടിയാൽ കിട്ടുക? 31ഉം 32ഉം കൂട്ടിയാൽ 63 ഡിവൈഡഡ് ബൈ 32. അതുപോലെ തന്നെ ഓപ്ഷനിൽ ഏതാ നമ്മുടെ ഉത്തരം? ഏതാ? 63 ഡിവൈഡഡ് ബൈ 32 കിട്ടിയല്ലോ. നമ്മുടെ ഉത്തരം കിട്ടിയല്ലോ. ഓപ്ഷൻ സി 63/32 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതെങ്ങനെ ഷോർട്ട് കട്ടിൽ ചെയ്യാം? ഇതെങ്ങനെ നമ്മുടെ ഷോർട്ട് കട്ടിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം.
നമ്മളിവിടെ ചെയ്യുമ്പോൾ ഇത് ഈ മെത്തേഡാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചോ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1+1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 ഇങ്ങനെ എഴുതിക്കൂടെ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതിയേക്കുന്ന സംഖ്യകൾ നോക്ക്. 1/2, അടുത്തത് ഏതാ? 1/4, അടുത്തത് 1/8, 1/16, 1/32. എന്താ അവിടെ വ്യത്യാസം? ഛേദങ്ങൾ എന്താ? ഇരട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അംശങ്ങളൊക്കെ ഒന്നാണ്, ഛേദങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇരട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അര, കാല്, അതിൻ്റെ പകുതി, അതിൻ്റെ പകുതി, അതിൻ്റെ പകുതി, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണേ. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനർത്ഥമാക്കുന്ന എന്താണെന്നറിയോ? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫോർ എക്സാമ്പിൾ 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 കൂട്ടണം, 1/32. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഛേദം, ഏറ്റവും വലിയ ഛേദം ഏതാ? 32. അത് അതുപോലെ എഴുതുക. എന്നിട്ട് അതിൽ നിന്നൊന്ന് കുറച്ചതായിരിക്കും അംശം എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 കൂട്ടണം, 1/16 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഛേദം ഏതാ? 16 അല്ലേ? ആ 16 എഴുതി. ഇനി അംശം അപ്പോൾ എത്രയായിരിക്കും? 16 നിന്ന് 1 കുറച്ചത് 15. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 1/2 കൂട്ടണം, 1/4 കൂട്ടണം, 1/8 എത്രയായിരിക്കും? വലിയ ഛേദം എത്രയാ? 8 അല്ലേ? അത് എഴുതി. ഇനി എന്ത് ചെയ്യും? 8 നിന്ന് 1 കുറച്ചതാണ് അംശം. എത്രയാണത്? 7. 7/8 ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതെല്ലാം കൂടി ചെയ്താൽ 31/32 ആണ് നമുക്ക് അറിയാം. അപ്പോൾ 1 പ്ലസ് ഇതെല്ലാം എത്രയാണ്? 31/32 ആണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് സിമ്പിളായിട്ട് ചെയ്തുകൂടെ? ഇനി എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/1 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരെ 1 × 32 എത്രയാ? 32 പ്ലസ് 1 × 31 എത്രയാ? 31 ഡിവൈഡഡ് ബൈ 32 × 1 എത്രയാ? 32. കൂട്ടിയാൽ എത്ര കിട്ടുക? 63 ഡിവൈഡഡ് ബൈ 32 നമ്മുടെ ഉത്തരമായിട്ട് ലഭിക്കും. സിമ്പിൾ ചോദ്യമാണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. 6/21 1ന്റെ സ്ഥാനത്തെ അക്കം. ഈ 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ എന്താ? 1, 0, 2, 4, 8, 7, 5, 9, 3. ഇതിൽ 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ ഏതാ? ഈ അവസാനം എഴുതിയത് ഒറ്റ 10 100 പറയില്ലേ? ആ ഒറ്റ എന്ന് പറയുന്നത് അതാണ് എന്ത്? 1ന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. 6/21 1ന്റെ സ്ഥാനത്തെ അക്കമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നോക്ക്. 6/1 എത്രയാ? 6/1 എത്രയാ? 6 ആണ് അല്ലേ? 6/2 എത്രയാ? 36 ആണ്. 6/3 എത്രയാ? 216 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒറ്റയുടെ സ്ഥാനത്ത് അക്ക ഏതാ? ഇവിടെ എല്ലാ കേസിലും, ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കേസിലും ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്ക ഏതാ? ഇവിടെയാണെങ്കിൽ 6, ഇവിടെയാണെങ്കിൽ 6, ഇവിടെയാണെങ്കിലും 6. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അല്ലെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 6ന്റെ പവറുകൾ എടുക്കുകയാണെങ്കിൽ 6ന്റെ എത്ര വലിയ പവർ എടുത്താലും, ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ 6/1536 അങ്ങനെ എടുത്താലും, അല്ലെങ്കിൽ 6/2, 3, 4, 5, 8, 10, 12 ഇങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ അതെടുത്താലും അതിൻ്റെ എല്ലാം എന്താണ്? എല്ലാം ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? അതിൻ്റെ എല്ലാം ഒറ്റയുടെ സ്ഥാനത്ത് എന്തായിരിക്കും? 6 ആയിരിക്കും. എന്തായിരിക്കും? 6 ആയിരിക്കും. തെറ്റില്ലല്ലോ? ഉത്തരം എന്താ? ഓപ്ഷൻ എ 6. സിമ്പിൾ ചോദ്യമല്ലേ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്ക്. ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ്. ഈ വശങ്ങളുടെ നീളങ്ങൾ യഥാക്രമം 20% 25% വർദ്ധിപ്പിച്ചാൽ പരപ്പളവിലെ വർധനവ് എത്ര? എന്താ ചോദിച്ചേക്കണേ? പരപ്പളവിലെ വർധനവ് എത്ര എന്നാ? എന്താ 2
ഒരു 20% കൂട്ടി ഒരു 25% കൂട്ടി എങ്കിൽ പരപ്പളവിലെ വർധനവ് എത്ര? ഇതിന് പകരം വേറെ എങ്ങനെ ചോദിക്കാം? 20% കുറച്ചു 25% കൂട്ടി എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എങ്ങനെ തരാം? 20% കൂട്ടി 25% കുറച്ച് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 20% കുറച്ച് 25% കുറച്ചു എന്ന് പറയാം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ, അതായത് x% വർദ്ധിപ്പിച്ച് y% വർദ്ധിപ്പിച്ചു അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ x% അതുപോലെ തന്നെ y%, ഇങ്ങനത്തെ ഒരു കേസ് നോക്കുക. ഈ 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ നോക്കണ്ട. x% വർദ്ധിപ്പിച്ച് y% വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ എങ്ങനെയാണ്? x% കുറച്ച് y% വർദ്ധിപ്പിച്ച്. ഈ എക്സ് വൈ എന്നൊക്കെ പറയുന്നത് 20, 25 തന്നെ കേട്ടോ. അടുത്തത് x% കൂട്ടി y% കുറച്ചു. അല്ല എങ്കിൽ x% കുറച്ചു y% കുറച്ചു എന്ന് പറയുകയാണ് വിചാരിച്ചോ. പരപ്പളവിലെ വർധനവ് അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ഒരു കുഞ്ഞ് ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ഇല്ലാതെ ഇത് ചെയ്യാം, പക്ഷേ ഈ ഇക്വേഷൻ വളരെ യൂസ്ഫുള്ളാണ്. ഒരൊറ്റ സെക്കൻഡിൽ, ഒരു 2-3 സെക്കൻഡിൽ നിങ്ങൾക്ക് ഗുണിക്കാൻ അറിയിച്ച ഉത്തരം കിട്ടും. ഓക്കെ, നമ്മൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ട ഇക്വേഷനാണ് +or-x. +or-x. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിപ്പിക്കുകയാണെങ്കിൽ. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർദ്ധിപ്പിക്കുകയാണെങ്കിൽ. മൈനസ് എന്തായിരിക്കും? കുറയ്ക്കുകയാണെങ്കിൽ. അത്രേ ഉള്ളൂ. +or-x. x എന്ന് പറഞ്ഞാൽ എന്താ? ശതമാനമാണേ. ഇനി അടുത്തത് +or-y. മനസ്സിലായല്ലോ? ഇനി അടുത്തത് +or-x × y. x ഗുണിക്കണം y /100. ഞാൻ പറഞ്ഞത് എന്താണ്? ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണ്. എന്താണ്? +or-x. പ്ലസ് എന്താണ്? വർദ്ധിപ്പിക്കുകയാണെങ്കിൽ. മൈനസ് എന്താണ്? കുറയ്ക്കുകയാണെങ്കിൽ. ഇനി അടുത്തത് +or-y. രണ്ടാമത്തെ ശതമാനം. അതെത്രയാണ്? കൂട്ടുകയാണെങ്കിൽ പ്ലസ്, കുറയ്ക്കുകയാണെങ്കിൽ മൈനസ്. ഇനി അടുത്തത് +or-x × y /100. ഇതായിരിക്കും എന്ത്? ഉത്തരം എന്ന് പറയുന്നത്. ശതമാനത്തിലെ വർധനവ്, പരപ്പളവിലെ വർധനവോ അല്ലെങ്കിൽ കുറവോ എത്രയാണെന്ന് വെച്ചാൽ അത് ഇത്രയും ശതമാനം ആയിരിക്കും. എങ്കിൽ ഇവിടുത്തെ കേസിലൊന്ന് ചെയ്തു നോക്കാലോ. ഈ 10 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ ഒന്നും നമ്മൾ എടുക്കണ്ട. നമ്മൾ ആകെ എടുത്താൽ 20%, 25%. 20% x ആണ്, 25% y ആണ്. ഒന്നിനെ x എടുക്കുക, ഒന്നിനെ y എന്ന് എടുക്കുക. ഒരു പ്രശ്നവുമില്ല, മാറി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി 20% x എന്താ ഉണ്ടായത്? വർദ്ധിപ്പിക്കുകയാണല്ലോ ചെയ്തത്. വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സൈനാ? കൂട്ടണം എന്നല്ലേ? അപ്പം എന്തെഴുതിയാൽ മതി? +x. +x എത്രയാ? +20. ഇനി അടുത്തത് y ആണ് എഴുതേണ്ടത്. അതിനെന്താ? അതും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം എന്ത് ചെയ്താൽ മതി? +25. മനസ്സിലായല്ലോ? ഇനി +or- എഴുതണം. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അതിന് പകരം എന്ത് ചെയ്യുക? ഇനി നോക്കുമ്പോൾ ഇതും എന്താണ്? ഇത് രണ്ടും പ്ലസ്സിലാണ്. അതെങ്ങനെ എഴുതും? 20 ഗുണിക്കണം 25/100. ഇത് എഴുതാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? x ഗുണിക്കണം y /100. ഈ എഴുതിയിരിക്കുന്നത് അതേപോലെ എഴുതി. ഇനി നോക്ക്, ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ വരികയാണ്. ഇപ്പോൾ 20 എന്താ? പ്ലസ്സാ. 25 എന്താ? പ്ലസ്സാ. ഈ പ്ലസ്സും ഗുണിച്ചാൽ എന്താ കിട്ടുക? ഗുണിച്ചാൽ എന്താ കിട്ടുക? പ്ലസ് അല്ലേ? അപ്പോൾ ഇത് പ്ലസ്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് മൈനസും ഇത് പ്ലസ്സും ആണെങ്കിൽ എന്താ വരിക? മൈനസും പ്ലസ്സും ഗുണിച്ചാൽ എന്താ കിട്ടുക? മൈനസ്. ഓക്കെ ആണല്ലോ? ഇനി 2 മൈനസ് ആണെങ്കിൽ എന്താ വരിക? 2 കുറയ്ക്കുകയാണെങ്കിലോ ഇത് പ്ലസ് തന്നെ വരിക. മൈനസും ഗുണിച്ചാൽ പ്ലസ്. അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് ചെയ്താൽ എത്ര കിട്ടുക? 20 25 കൂട്ടിയാൽ 45 പ്ലസ് 20 × 25 എത്രയാ? 500 /100. 2 0 പോയി, 2 0 പോയി. അപ്പോൾ എത്രയാ? 45 കൂട്ടണം 5 എത്രയാണ്? 50% വർധനവാണ് ഉണ്ടായത് അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാ? ഓപ്ഷൻ ഡി 50%. ഇക്വേഷൻ മറക്കണ്ട കേട്ടോ. x +or-x +or-y +or-xy/100.
100. അപ്പോൾ ഇനി ഇതിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അത് ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അതൊന്ന് പറയാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുമാണ് ആദ്യത്തെ നീളങ്ങൾ. 20% 25% വർദ്ധിപ്പിച്ചാൽ, അപ്പോൾ ആദ്യം എന്താണ് 10ഉം 8ഉമാണ് ആദ്യത്തെ നീളങ്ങൾ. ഇനി 10ന് എന്ത് ചെയ്യുന്നു, യഥാക്രമം 20% വർദ്ധിപ്പിക്കുന്നത്. 10ൻ്റെ 20% എത്രയാ, 2 അല്ലേ? അപ്പോൾ ഇത് എത്രയാവും, 12 ആവും. 8ൻ്റെ എന്ത് ചെയ്യുന്നു, 25% വർദ്ധിപ്പിക്കുന്നത്. 8ൻ്റെ 25% എത്രയാ, 2 അല്ലേ? അപ്പോൾ ഇത് എത്രയാവും, 10 ആവും. അപ്പോൾ നമ്മുടെ സംഖ്യകൾ 12ഉം 10ഉം ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. നമുക്കറിയാം പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 എന്താണ് നീളം ഇൻറ്റു വീതിയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ മട്ട ത്രികോണമാണ്. അപ്പോൾ എന്താണ്, ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ബി എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 10 ഇൻറ്റു 8 അതുപോലെ തന്നെ ഇവിടുത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ഇൻറ്റു 12 ഇൻറ്റു 10 അപ്പോൾ ഇത് ചെയ്താൽ എത്ര കിട്ടുക, ഇതും വെട്ടിയാൽ 40 എന്ന് കിട്ടും. അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 സംഖ്യകൾ കിട്ടി, 40ഉം 60ഉമാണ് ഏരിയ എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ വ്യത്യാസം എടുക്കണം. ഇതിൻ്റെ വ്യത്യാസം എത്രയാ, 40ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 20 ഡിവൈഡഡ് ബൈ വർധനവ് എത്രയാണ്, 20 ഡിവൈഡഡ് ബൈ എന്താണ് ആദ്യത്തെ ഏരിയ അല്ലേ എടുക്കേണ്ടത് അടിയിൽ. ആദ്യത്തെ ഏരിയ 40 ഗുണിക്കണം ശതമാനത്തിലേക്കാക്കാൻ 100. വെട്ടിപ്പോയാൽ 1/2 ഇൻറ്റു 100 വരുമ്പോൾ എത്ര വരും, 50% എന്ന് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് പകരം നമുക്കൊരു അടിപൊളി ഇക്വേഷൻ ഉണ്ട്, x+y + xy ഡിവൈഡഡ് ബൈ 100. ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുക എത്ര? എന്താ ചോദ്യം? 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെയും തുകയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? n² അല്ലേ? ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. എങ്കിൽ 20നും 100നും ഇടയിലുള്ള മുഴുവൻ ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പോവാണ്. 20 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? 20 വരെ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാ? 20 ആണോ? അല്ല. നമ്മൾ എന്ത് ചെയ്യും? 20 വരെ എന്ന് പറഞ്ഞാൽ 1 മുതൽ 19 വരെയുള്ളതാണ്. അതിൻ്റെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 20നെ 2 കൊണ്ട് ഹരിച്ചതായിരിക്കും. 20ൻ്റെ പകുതി എടുത്താൽ മതി. എത്രയാണത്? 10. ഓക്കെ ആണല്ലോ. ഒറ്റ സംഖ്യ ഇപ്പോൾ 19 എങ്കിൽ നമുക്ക് തന്നിട്ടുള്ളത് 19നും അങ്ങനെയാണ് തന്നടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? 19 + 1 ചെയ്തിട്ട്, അതായത് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഇരട്ട സംഖ്യയിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. അത് മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരട്ട സംഖ്യ എന്താണ്? നമ്മൾ 20 അല്ലേ? അപ്പോൾ 20ൻ്റെ എന്ത് ചെയ്യുന്നു? 20ൻ്റെ പകുതി എടുക്കുന്നത്. അപ്പോൾ എത്രയാണ്? 10 എന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? നമുക്ക് n കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. എന്ത്? എണ്ണം കാണാൻ വേണ്ടിയിട്ട് n കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം എത്രയാണ്? 1, അവസാന പദം 19. ഇത് രണ്ടും കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുക? 20 ഡിവൈഡഡ് ബൈ 2. ഇതാണ് ശരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് n എന്ത് കിട്ടി? 10 എന്ന് കിട്ടി. എന്താണ്? 1 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി. അപ്പോൾ അവയുടെ തുക എത്രയായിരിക്കും? 1 മുതൽ 20 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയായിരിക്കും? ഒറ്റ സംഖ്യയുടെ തുക എത്രയായിരിക്കും? n². അതെത്രയാ? 10² 100. മനസ്സിലായല്ലോ? ഇവിടെ ആകെ കൺഫ്യൂഷൻ എന്താ? എന്നിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാത്രമാണ് കൺഫ്യൂഷൻ. അതില്ലല്ലോ ഇനി. അപ്പോൾ ഇനി അടുത്തത് എന്ത് ചെയ്യാം? 1 മുതൽ 100 വരെയുള്ളത്, 100 വരെയുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ 100 വരെ എന്ന് പറയുമ്പോൾ ഒറ്റ സംഖ്യ എത്രയാണ് ലാസ്റ്റത്തെ വരിക? 99 അല്ലേ? 9 അല്ലേ? 100ന് തൊട്ട് മുമ്പുള്ള ഒറ്റ സംഖ്യ അല്ലേ? 100 ഒറ്റ സംഖ്യയാണോ? അല്ല. അപ്പോൾ അതിലെത്ര n ഉണ്ടായിരിക്കും? എൻ്റെ വില എത്രയായിരിക്കും? 100ൻ്റെ പകുതി എടുത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യ പദം 1, അവസാന പദം 99. ഇത് രണ്ടും കൂട്ടിയാലും 100 തന്നെ അല്ലേ കിട്ടുക? അപ്പോൾ 100/2. അപ്പോൾ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? എണ്ണം എത്രയാ? 50. കിട്ടിയാലോ? ഇവയുടെ തുക എത്രയാണ്? 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്?
എൻ സ്ക്വയർ തന്നെയാണ്. അത് എത്രയാ? 50 സ്ക്വയർ. എത്ര 50 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ 25, ഒരു 2 പൂജ്യം ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 1 മുതൽ 100 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കണ്ടു, 1 മുതൽ 20 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കണ്ടു. ഇനി എന്താ നമുക്ക് വേണ്ടത്? 20നും 100നും ഇടയിലുള്ളതാണ് അല്ലേ? എന്ത് ചെയ്താൽ മതി? ഈ 1 മുതൽ 99 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുകയിൽ നിന്ന്, അതായത് 2500-ൽ നിന്ന് 1 മുതൽ 20 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കുറച്ചാൽ മതി. എന്ത് കുറയ്ക്കുക? അപ്പോൾ 100 കുറയ്ക്കുക. നമ്മുടെ ഉത്തരം എത്രയാ? സിമ്പിളായിട്ട് 2400 എന്ന് നമുക്ക് ലഭിക്കും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 2400. സിമ്പിളാണല്ലോ. ഇത്രയും എഴുതിയതൊന്നും കണ്ട് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. എന്ത് ചെയ്യുക? ആദ്യം 1 മുതൽ 20 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണാം, അത് കഴിഞ്ഞ് 1 മുതൽ 100 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക കാണാം, എന്നിട്ട് അവയുടെ വ്യത്യാസം എടുത്താൽ മതി. സിമ്പിളാണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി വില 26 രൂപയാണ്. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. അപ്പോൾ 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത് എന്നാണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിനെയും വൈനെയും തൊട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ടെൻഷൻ ആവാനൊന്നുമില്ല. നോക്കുക, പുസ്തകം എന്ന് പറഞ്ഞാൽ, അതായത് പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് എക്സ് എന്നെടുക്കുകയാണ്. അതുപോലെ പേനയുടെ വിലയ്ക്ക് ഞാൻ എന്തെടുക്കുകയാണ്? വൈ എന്നെടുക്കുകയാണ്. എന്താണ് ചെയ്തത്? പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് എന്നെടുത്തു. പേനയുടെ വില നമ്മൾ എന്തെടുത്തു? വൈ എന്ന് എടുത്തു. ഓക്കെ ആണല്ലോ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു പുസ്തകത്തിനും പേനയ്ക്കും കൂടി എത്ര രൂപയാ? 26 രൂപയാ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 26 രൂപയാണ്. ഒരു പുസ്തകത്തിൻ്റെ വിലയാണ് എന്ത്? എക്സ്. ഒരു പേനയുടെ വിലയാണ് എന്ത്? വൈ. അതെത്രയാണ്? 26 ഇനി എന്താ തന്നിട്ടുള്ളത്? പേനയുടെ വില. പേനയുടെ വില പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ് അല്ലേ? പേനയുടെ വില എന്താ? വൈ അല്ലേ? അതെന്താ പറഞ്ഞത്? പുസ്തകത്തിനേക്കാൾ 10 രൂപ കുറവാണ്. പുസ്തകത്തിൻ്റെ വില എത്രയാ? എക്സ്. അതിനേക്കാൾ 10 രൂപ കുറവാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 10. എഴുതിയേക്കുന്നത് കറക്റ്റ് ആണല്ലോ. ഇനി നോക്കുക, ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 എന്നുള്ളിടത്ത് ഈ വൈ കണ്ടോ? ഈ വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? എക്സ് മൈനസ് 10 എന്നുള്ള വില കൊടുക്കാൻ പോവാ. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതുവാണ്? എക്സ് പ്ലസ് ഈ വൈക്ക് പകരം ഞാൻ എന്തെഴുതാൻ പോവാ? എക്സ് മൈനസ് 10. ഓക്കെ ആണോ? കുഴപ്പമുണ്ടോ? ഇല്ല കേട്ടോ. സമമാണ്. ഇവിടെ സമമാണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ എന്തെഴുതി? എക്സ് മൈനസ് 10 എന്ന് എഴുതി. ഇതെത്രയാ? 26. അപ്പോൾ ഇത് കൂട്ടി നോക്കാം അല്ലേ? എക്സും എക്സും കൂട്ടിയാൽ 2x മൈനസ് 10 എന്ന് പറഞ്ഞാൽ 26. എങ്കിൽ 2x എത്രയാ? ഇവിടെ ഒരു 26 ഉണ്ട് സമത്തിൻ്റെ അപ്പുറം, ഇവിടെ മൈനസ് 10 അല്ലേ? ഇത് സമത്തിൻ്റെ അപ്പുറം പോകുമ്പോൾ 10 ആകും. അപ്പോൾ നമ്മുടെ ഉത്തരം 2x സമം 36, എക്സ് സമം 18. 18 എങ്ങനെ കിട്ടുന്നത്? ഈ 36ൻ്റെ അടുത്തോട്ട് ഈ 2 പോവും. ഇവിടെ 2 ഗുണിക്കണം എക്സാ. ഇവിടെ വരുമ്പോൾ 36 ഹരിക്കണം 2. എത്രയാണ്? എക്സ് എന്ന് പറഞ്ഞാൽ 18. അതായത് പുസ്തകത്തിൻ്റെ വില എത്രയാ? 18 കിട്ടി. ഇനി പറഞ്ഞിട്ടുണ്ട് എന്ത്? പുസ്തകത്തിനേക്കാൾ 10 കുറവാണ് പേനയുടെ വില. അപ്പം 18നേക്കാൾ 10 കുറച്ചാൽ മതിയല്ലോ വൈ കണ്ടുപിടിക്കാൻ. എത്രയാണത്? 8. 18 10 കുറച്ചാൽ 8. നമുക്ക് എന്ത് കിട്ടി? പുസ്തകത്തിൻ്റെ വിലയും കിട്ടി, പേനയുടെ വിലയും കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കണത്? ഞാൻ അതൊന്ന് വായിക്കുന്നുണ്ടേ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? 5 പുസ്തകവും 6 പേനയും വാങ്ങുന്ന ഒരാൾ എത്ര രൂപയാണ് നൽകേണ്ടത് എന്നാ. 5 പുസ്തകം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 18 കൂട്ടണം 6 പേന, 6 ഇൻറ്റു പേനയുടെ എത്രയാ? 8. ഇതല്ലേ ചെയ്യേണ്ടത്? 5 ഇൻറ്റു 18 90, 6 ഇൻറ്റു 8 86, 48 അല്ലേ? 86 48. ഇത് രണ്ടും കൂട്ടിയാൽ എത്രയാ കിട്ടുക? 138. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി 138. മനസ്സിലായല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. 0.49 പവർ 6നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.49 കിട്ടുക എന്നാണ് ചോദിച്ചേക്കണേ.
അതായത് 0.49 പവർ 6 ഗുണിക്കണം ഏതോ ഒരു സംഖ്യ. ഇത് എത്രയാണ്? 0.49 ആണ് എന്നാണ് പറഞ്ഞേക്കണത് അല്ലേ? കറക്റ്റ് അല്ലേ? 0.49 പവർ 6 ഗുണിക്കണം ഏതോ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 0.49. അപ്പം സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? സമത്തിൻ്റെ അപ്പുറം 0.49 അതുപോലെ തന്നെ ഉണ്ട്. ഇനി എന്താ? ഇവിടെ ഗുണിക്കല. അപ്പം ഇവിടെ വരുമ്പോൾ എന്താവും? ഹരിക്കണം 0.49 പവർ 6. കറക്റ്റ് ആണല്ലോ? മനസ്സിലായല്ലോ? എങ്കിൽ പറയൂ ഇത് ഇനി എങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ ചെയ്യാം? ഈ 0.49 എന്ന് എഴുതുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.49 പവർ 1 എന്ന് എഴുതിക്കൂടെ? 5 നമുക്ക് എങ്ങനെ എഴുതാം? 5 പവർ 1 എന്ന് എഴുതിക്കൂടെ? 0.5 നമുക്ക് എങ്ങനെ എഴുതാം? 0.5 പവർ 1 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് അറിയാലോ. എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? അല്ലേ പഠിക്കണം. എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ. എ എന്ന് പറയുന്നത് ബേസ്. ഇവിടുത്തെ ബേസ് എന്താ? 0.49 0.49 രണ്ടും സെയിം ആണല്ലോ. എങ്കിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എന്നിന് തുല്യമായിരിക്കും. എന്താ പറഞ്ഞത്? എ പവർ എം എന്താണ്? പഠിച്ചോ. എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എന്നിന് തുല്യം ആയിരിക്കും. ഇത് എഴുതി പഠിച്ചോ. ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാ. കൃത്യംഗ നിയമങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാ. അപ്പം ഇനി നോക്ക്, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0.49 എന്താണ്? എ അല്ലേ? അല്ലേ? ഇനി എന്താ? പവർ കൊടുക്കണം. എം എത്രയാ? ഇതാ ഇവിടെ ഉള്ളത് മേലുള്ളതിൻ്റെതാ. അതെത്രയാ? 1. ഇനി കുറയ്ക്കണം. താഴെ ഉള്ളതിൻ്റെ എത്രയാ? 6. ഇനി പറയൂ 0.49 പവർ എത്രയാ? 1/6 പോലെ എത്രയാ? 1/6 പോലെ എത്ര? നിങ്ങൾക്കറിയാം എത്രയാ? 1/6 പോയാൽ -5. 1/6 പോലെ എത്ര? -5. ഇനി ഓപ്ഷനിലേക്ക് നോക്ക്. എവിടെ ഉത്തരം? ഓപ്ഷൻ ഡി നോക്കൂ. 0.49 പവർ -5. നമ്മുടെ ഉത്തരം 0.49 പവർ -5. പഠിച്ചല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2 ക്യൂബ് ഇൻറ്റു 4 ക്യൂബ് ഇൻറ്റു 6 പവർ 5 പവർ 2 ഡിവൈഡ് ബൈ 36 പവർ 4 ഇൻറ്റു 16 പവർ 3. ഇത് നമുക്ക് കൃത്യംഗ നിയമങ്ങൾ നന്നായിട്ട് അറിയുന്നുണ്ടെങ്കിൽ പല മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് കുറച്ച് സമയം എടുക്കുന്ന മെത്തേഡാണ് പറയുന്നത്. ഒന്ന് നോക്കിക്കോ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണല്ലോ. അതുപോലെ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. അപ്പോൾ അടുത്തത് 6 പവർ 5 ഹോൾ പവർ 2 തന്നേക്കുന്ന 6 പവർ 5 ഹോൾ പവർ 2 എന്നാ. പഠിച്ചോ. എ പവർ എം ഹോൾ പവർ എൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യം 6 പവർ 5 തന്നു, പിന്നെ അതിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? എ പവർ എം ഗുണിക്കണം എൻ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? എ പവർ എം അതായത് ഒരു പവർ തന്നു, 6 പവർ 5 എന്ന് പറഞ്ഞ് തന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ പവറിൽ ഏതെങ്കിലും ഒരു സംഖ്യ തന്നു. ഇപ്പോൾ 2 ആണ് തന്നത് നമുക്ക്, പക്ഷെ ഒരു 5 10 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? എന്ത് ചെയ്താൽ എ പവർ എം ഗുണിക്കണം എൻ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതെന്തായി? 6 പവർ 5 ഗുണിക്കണം 2 എന്നായി. അതെത്രയായിരിക്കും? 6 പവർ 10 അല്ലേ? അപ്പോൾ നമുക്ക് എത്ര 6 എഴുതണം? 6 ഇൻറ്റു 6 2 3 4 5 6 7 8 9 10. കറക്റ്റ് അല്ലേ? 1 2 3 4 5 6 7 8 9 10. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ഇനി താഴെ 36 പവർ 4 അത് എത്രയാണ്? 36 ഗുണിക്കണം 36 ഗുണിക്കണം 36 ഗുണിക്കണം 36 അല്ലേ? അതേപോലെ എന്താ? 16 ക്യൂബ് 16 ഗുണിക്കണം 16 ഗുണിക്കണം 16 അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വെട്ടി ചെറുതാക്കുകയാണ്. ഇനി നോക്കുകയാണെങ്കിൽ 36 6 ഇൻറ്റു 6 അല്ലേ? 36 അത് വെട്ടി. ഇനി അടുത്തത് 6 ഇൻറ്റു 6 36 ഇവിടെയും പോയി.
ഇവിടെ ഒരു 6 × 6 ഇവിടെയും പോയി, ഇവിടെ ഒരു 6 × 6 ഇവിടെയും പോയി. കഴിഞ്ഞല്ലോ. ഇനി നോക്ക്, 4 × 4 ആണ് എന്ത്? 16. പോയല്ലോ. ഇപ്പോൾ 2 × 2 4, 4 × 4 16, അതും പോയല്ലോ. പിന്നെ ബാലൻസ് എത്രയുണ്ട്? 2 × 6 × 6 ഉണ്ട്. അപ്പോൾ ഈ 2നെയും 16നെയും വെട്ടി എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനിയും വെട്ടാലോ. ഇവിടെ വെട്ടിയാൽ 4, ഇവിടെ അപ്പം എന്തായി? 3 ആയി. പകുതി എടുത്തു. ഇനി ഇതിൻ്റെ പകുതി 3, അപ്പോൾ ഇതിൻ്റെ പകുതി 2. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താ? 3 × 3 9 / 2. നമ്മുടെ ഉത്തരം 9/2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് കൃത്യങ്ക നിയമങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കൃത്യങ്ക നിയമങ്ങൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്താൽ മതി? ഈ 2³ × 4³ × 6⁻5² എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 6⁻10 എന്ന് എഴുതാം. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ പോലെ ഡിവൈഡഡ് ബൈ 36⁴ ഉണ്ടല്ലോ. 36 നമുക്ക് എങ്ങനെ എഴുതാം? 36 നമുക്ക് 6² എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 6² എന്ന് വന്നു. അപ്പോൾ അതെത്രയാ? 6⁻2 × 4. അപ്പോൾ അതെത്രയാണ്? 6⁻8 ആണ്. അപ്പോൾ നമുക്ക് 36⁴ നമുക്ക് എങ്ങനെ എഴുതാം? 6⁻8 എന്ന് എഴുതാം. ഗുണിക്കണം. ഇനി എന്താ? 16⁻3 എന്നുണ്ട് അല്ലേ? 16 നമുക്ക് എങ്ങനെ എഴുതാം? 4² എന്ന് എഴുതിക്കൂടെ? ഹോൾ പവർ 3. അപ്പോൾ 4² × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ 3 പറഞ്ഞാൽ 4 പവർ × 2 × 3. അപ്പോൾ എത്രയാ? 4⁻6. അങ്ങനെയാവും അത്. അപ്പോൾ ഇതെത്രയായി? 4⁻6 എന്നായിട്ട് മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് വെട്ടി ചെറുതാക്കാം. 6⁻10 6⁻8 ഉണ്ട്. ഇത് വെട്ടിയാൽ എത്രയാണ് കിട്ടുക? 6⁻10 / 6⁻8 എന്ന് പറഞ്ഞാൽ അത് വെട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 10 നിന്ന് 8 കുറച്ചാൽ മതി. അതായത് a⁻m / a⁻n ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? a⁻m - n ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനർത്ഥം എന്ത് ചെയ്യാം? ഇപ്പോൾ വലുത് ഏതാ ഉള്ളത്? 6⁻8 ഉണ്ട്, 6⁻10 ഉണ്ട് മേലെ. അപ്പോൾ ഇതിലേതാ വലുത്? മേലെ ഉള്ളതാണ് വലുത്. 6⁻10 ആണ് വലുത്. എന്ത് ചെയ്യാം? ഇതിനെ വെട്ടിയിട്ട് ഇവിടെ എന്ത് എഴുതാം? 10 നിന്ന് എന്ത് കുറയ്ക്കുക? ഈ 8 കുറയ്ക്കുക. എന്നിട്ട് മേലെ എഴുതിയാൽ മതി 2. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്ക്, 4⁻3 ഉണ്ട്, 4⁻6 ഉണ്ട്. ആരാ വലുത്? താഴെയുള്ള അല്ലേ വലുത്. അപ്പം മേലെയുള്ളതിനെ വെട്ടുക. ഇവിടെ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ ഈ 6 നിന്ന് 3 കുറയ്ക്കുക. എത്ര കിട്ടുക? അപ്പോൾ 3, 4⁻3. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ നീട്ടി എഴുതാം. 2 × 2 × 2 ഗുണിക്കണം 6 × 6 ഡിവൈഡഡ് ബൈ 4 × 4 × 4. അപ്പോൾ ഈ 4 ഈ 2 × 2 വെട്ടിപ്പോയി. ഇനി എന്ത് ചെയ്യാം? ഈ 4നെ ഈ 2നെ വെട്ടിയാൽ 2 എന്ന് കിട്ടി. ഇനി ഇവിടെ വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2ഉം 6ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3. ഇനി അതുപോലെ ഈ 4നെ വെട്ടിയാൽ ഇവിടെ 2, ഇവിടെ 3. അപ്പോൾ നമുക്ക് ഉത്തരം എത്രയാണ്? 9/2 തന്നെ കിട്ടും. ഈ രീതിയിലും നമുക്കിത് ചെയ്യാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി വലിയൊരു നോളജ് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? മൊത്തം എഴുതിയിട്ട് വെട്ടി ചെറുതാക്കിയാലും മതി. പക്ഷേ അതൊക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇതിങ്ങനെ ചെയ്താൽ ടൈം കുറച്ച് കുറഞ്ഞ് കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ കുറച്ചുകൂടി നല്ല ചോദ്യങ്ങൾ നമുക്ക് കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിക്ക് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. ഈ ടോപ്പിക്ക് സിലബസ് വൈസ് CPO, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസ്, അതുപോലെ മറ്റുള്ള പരീക്ഷകളുണ്ടല്ലോ, ഫോഴ്സിലേക്കുള്ള പരീക്ഷകൾ, അങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സിലബസ് വൈസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് വരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ അതിൽ തരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ തറവായി മാറും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തന്നെ നിങ്ങൾ പ്രാപ്തരാകും ആ സമയത്ത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ മെത്തേഡൊക്കെ പറഞ്ഞത് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ഇത്രയും നേരം കുറേ ടഫ് പ്രോബ്ലംസാണ് ചെയ്തത് അല്ലേ. അപ്പോൾ പെട്ടെന്നൊരു സിമ്പിൾ ചോദ്യം വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ സാധാരണ 10th ലെവലിൽ ചെയ്യുന്നൊരു സിമ്പിൾ ചോദ്യം. 45 km/മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു വാഹനം 4 മിനിറ്റിൽ എത്ര ദൂരം സഞ്ചരിക്കും? നമുക്ക് തന്നിട്ടുണ്ട് എന്ത്? വേഗത തന്നിട്ടുണ്ട്. വേഗത എത്രയാ? 45 km/മണിക്കൂർ. ശ്രദ്ധിക്കണേ, km/മണിക്കൂർ. സമയം എത്ര തന്നിട്ടുണ്ട്? സമയം എത്രയാ? സമയം 4 മിനിറ്റാണ് തന്നത്. 4 മിനിറ്റാണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്താ കാണേണ്ടത്? ദൂരമാണ് കാണേണ്ടത്. ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ?
പറയൂ. ദൂരം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് DST ആണ് നമ്മുടെ കോഡ്. എന്ത് ചെയ്യണം ഡി ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എസ് ഗുണിക്കണം ടൈം അല്ലേ. എസ് എന്താ എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എത്രയാ, വേഗത ഗുണിക്കണം ടൈം എന്താ, സമയം. അപ്പോൾ വേഗത എത്രയാ, 45 km/മണിക്കൂർ. ഓപ്ഷനിലൊക്കെ കിലോമീറ്ററിൽ, അപ്പോൾ നമുക്ക് കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഗുണിക്കണം. സമയം എത്രയാ, 4. 4 എന്താ മിനിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ km/മണിക്കൂറിലാണ്, മിനിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, 60 കൊണ്ട് ഹരിക്കണം. അപ്പോൾ പറ, വെട്ടി ചെറുതാക്കാലോ. ഞാൻ 45-നെ 60-നെയാണ് വെട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4-നെ 60-നെയും വെട്ടാം. ഇത് വെട്ടിക്കഴിഞ്ഞാൽ 3/4 എന്ന് കിട്ടും. കാരണം എന്താ 45-നെ 15 കൊണ്ട് വെട്ടിയാൽ 3, 60-നെ 15 കൊണ്ട് വെട്ടിയാൽ 4. ഈ 4 പോയി. എൻ്റെ ഉത്തരം 3 കിലോമീറ്റർ. ഉത്തരം എത്രയാ, ഓപ്ഷൻ ബി 3 കിലോമീറ്റർ. സിമ്പിൾ ചോദ്യമാണല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. എന്താ വെച്ചാൽ കുറച്ച് ലോങ് വീഡിയോ ആയി പോയതുകൊണ്ടാണ് ഇതിൽ നിർത്തുന്നത്. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. താങ്ക്